ഇലക്ഷൻ പ്രഖ്യാപിച്ച് തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സാധാരണ ഡേ ടു ഡേ കാര്യമെല്ലാം മിക്കവാറും ഏപ്രിൽ മാസം കഴിഞ്ഞു വന്ന റേസ് ചെയ്ത ബില്ലായിരിക്കും. കാരണം മാർച്ച് മാസം വരെയുള്ള ഒരൊറ്റ ബില്ലും കൊടുക്കാനില്ലെന്ന് എനിക്കറിയാം. ഈ തരത്തിൽ നാടകീയമായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ബില്ല്, ഇപ്പോൾ ഈ മാസം വരുന്ന ബില്ല് അത് അടുത്ത മാസം അല്ലെങ്കിൽ അതിന് കൊടുക്കും. അതൊന്നും കടത്തി വരുന്നതല്ല. രണ്ടാമത്തെ കാര്യം, 1.25 ലക്ഷം കോടി രൂപ കടമാണ് ഇദ്ദേഹം എപ്പോഴും പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇനിയും പഴയതുപോലെ പ്രതിപക്ഷ നേതാവായി പറഞ്ഞതുപോലെയും പറയാൻ പാടില്ല. 5000 കോടി കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ബില്ല് വന്നാൽ അപ്പോൾ കൊടുക്കും. തെറ്റായ കാര്യങ്ങൾ പറയാം. SC ST വിദ്യാർത്ഥികൾക്ക് ഈ 300 ചില്ലാനും കോടി കൊടുക്കാറുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? ആകെ ഗവൺമെൻറ്റിനെ മൊത്തം പ്രൈവറ്റ് ആക്കുകയും ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന നയങ്ങൾ നടപ്പിലാക്കാനുള്ള അതിന് ഗ്രൗണ്ട് എടുക്കാനുള്ള ഒരു കർട്ടൻ പൊക്കുകയാണ്. ഇത് ഇറക്കി കഴിഞ്ഞോടി അത് കർട്ടൻ റേസറാണ്. ഇനിയിപ്പം നാടകം തുടങ്ങും. കർട്ടൻ പൊങ്ങിക്കഴിഞ്ഞു. ഈ അപകടം പറഞ്ഞ് കേരളം മൊത്തം ഞാൻ വിറ്റിട്ട് അതിൻ്റെ ഒരു പങ്ക് ജനങ്ങൾക്കൊക്കെ കൊടുക്കാമെന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു സാമ്പത്തിക നയത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കേരളം വിൽക്കേണ്ട കാര്യമില്ല. ധവളപത്രം അഥവാ വൈറ്റ് പേപ്പർ എന്നതുകൊണ്ട് അടിസ്ഥാനപരമായി പൊതുവെ അർത്ഥമാക്കുന്നത് സർക്കാരുകളുടെ സാമ്പത്തിക സ്ഥിതി, ധനപരമായ സാഹചര്യം, ഇതേക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുക, എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്യുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് പുതിയ അധികാരത്തിൽ വന്ന UDF മന്ത്രിസഭയുടെ ധവളപത്രം അവർ പ്രഖ്യാപിച്ച പ്രകാരം ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും ദുർവ്യാഖ്യാനങ്ങളും രഹസ്യ അജണ്ടയും മറ്റ് നടപ്പാക്കാനുള്ള ഒരു ഉപാധിയുമാണെന്ന ആക്ഷേപം പരക്കെ ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നിലുള്ള ആശങ്കകളെ പറ്റി ചർച്ച ചെയ്യാൻ കേരളത്തിൻ്റെ മുൻ ധനമന്ത്രിയും CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീ KN ബാലഗോപാൽ നമ്മുടെ കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇത് അവതരിപ്പിച്ചത് ഇത് രാഷ്ട്രീയ രേഖയല്ല, മുൻ UDF സർക്കാരിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് ആദ്യമായി ഞങ്ങളൊരു നിജസ്ഥിതി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതേപ്പറ്റി ഇപ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ നിയമസഭയുടെ മുൻപെത്തുന്ന പേപ്പർ അനുസരിച്ചിട്ട് ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രിയാണ് ധനകാര്യ വകുപ്പിൻ്റെ കൂടി മന്ത്രി, അദ്ദേഹം ഒരു ധവളപത്രം, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചൊരു ധവളപത്രം വെക്കുമെന്നായിരുന്നു. പക്ഷേ ആ ധവളപത്രത്തിൻ്റെ പേര് തന്നെ ധവളപത്രം എന്നല്ല, വൈറ്റ് പേപ്പർ എന്നല്ല, സാങ്കേതികമായി വൈറ്റ് പേപ്പർ എന്നല്ല, വേറൊരു പേരായിക്കോട്ടെ. കേരളത്തിൻ്റെ ഫിസിക്കൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ളൊരു രേഖ. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ധവളപത്രം എന്ന് പറഞ്ഞാൽ സാധാരണ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇഷ്യൂവിനെ സംബന്ധിച്ച് പഠിച്ച് അത് സംബന്ധിച്ച് ഉള്ള പരിഹാര നിർദ്ദേശങ്ങളും അടിസ്ഥാന പ്രശ്നങ്ങളും ഒക്കെ പറയുന്നതാണ് ധവളപത്രം. ധവളപത്രം ഇക്കണോമിക് ഡീറ്റെയിൽസിന് മാത്രമല്ല. ധവളപത്രം ആദ്യമായിട്ടുണ്ടായത് ബ്രിട്ടനിലാണ് എന്നുള്ളതുകൊണ്ടും അവിടെ ഒരു വൈറ്റ് കവറായിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പൊസിഷനെ സംബന്ധിച്ചൊക്കെ അറിയാൻ അന്നത്തെ ഗവൺമെൻറ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇറക്കുന്നത്. അത് വെള്ള പേപ്പറായിരുന്നു അതിൻ്റെ കവർ എന്നുള്ളതുകൊണ്ട് ഇതിന് ധവളപത്രം എന്ന് പേര് വന്നേ ഉള്ളൂ. എന്തായാലും എല്ലാം സുതാര്യമായി പറയുന്ന ഒരു കാര്യമെന്നാണ് നമ്മൾ ആ വെള്ള എന്നിപ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത്. ആ ധവളപത്രത്തിൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, ഫിസിക്കൽ കണ്ടീഷൻ മോശമാണ് എന്ന് പറയാനാണ് ഇവരാഗ്രഹിച്ചത്. അപ്പോൾ അത് നടപ്പിലാക്കേണ്ട രീതിയെപ്പറ്റി ഞങ്ങൾ ചില ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ സത്യപ്രതിജ്ഞാ ലംഘനം ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ആധികാരികമായ രഹസ്യ രേഖകൾ പലതുമുണ്ട്. എത്ര ഉന്നതരായ വ്യക്തികളായാലും കഴിവുള്ള വ്യക്തികളായാലും ഈ ഗവൺമെൻറ്റിൻ്റെ ഈ രേഖകൾ അങ്ങനെ പുറത്തു പോകാൻ പാടില്ല. ഇത് നമ്മളിപ്പോൾ എന്നെ ഉന്നയിച്ചിരുന്നു അവിടെ. ആ പ്രശ്നമല്ല ഇവിടെ ഞാൻ പറയുന്നത്. ഈ ധവളപത്രത്തിനകത്ത് എന്തൊക്കെയാണ് വേണ്ടേ? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ, നേരത്തെ വലിയ തോതിൽ കടമുണ്ടാക്കിയെന്നവർ പറയുന്നു. അപ്പോൾ വരുമാനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേണം, കിട്ടേണ്ട വരുമാനത്തെ സംബന്ധിച്ചും കിട്ടേണ്ട വരുമാനം ഇപ്പോൾ ഡിനേ ചെയ്തതിനെ പറ്റിയും കിട്ടാതിരിക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണം, ഇപ്പോഴത്തെ കറണ്ട് ഫൈനാൻഷ്യൽ പൊസിഷൻ വേണം, ഔട്ട്സ്റ്റാൻഡിങ് വേണം, അതിന് കൂടെ വേണമെങ്കിൽ കുറച്ച് ഫ്യൂച്ചർ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പറയാം. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങൾ അധികം പറയാനല്ല തയ്യാറായത്. അതിനകത്ത് കുറച്ച് സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം വളരെ അലാമിംഗ് ആണ്, അപകടകരമാണ് സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് ആരും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവരെ പ്രതിപക്ഷമായിരുന്നപ്പോൾ 6 ലക്ഷം കോടി കേരളത്തിൻ്റെ ആകെയുള്ള കടം, ഇതുവരെയുള്ള ആകെ ഉള്ള കേരളത്തിൻ്റെ ആർജിതമായ ബോറോയിങ് അത് 6 ലക്ഷം കോടിയാണ്. വലിയ ബോറോയിങ് ആണ് കേരളത്തിന്. ഇത് കൂടാതെ 1.25 ലക്ഷം കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ, 1 ലക്ഷം കോടി സർക്കാർ ജീവനക്കാർക്കും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെല്ലാം കൂടി ബാക്കിയും കൂടി ചേർത്ത് 1.25 ലക്ഷം കോടി രൂപ വേറെയും കൊടുക്കാനുണ്ട്. കിഫ്ബിയും മറ്റും വേറെ ഉണ്ട്. ഇങ്ങനെ കടം കാരണം എണ്ണിച്ച് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ധവളപത്രത്തിൽ ഇവർ എല്ലാ കണക്കുകളും കൂട്ടിയിട്ട് 5,07,000 കോടിയാണ് കടമെന്ന് പറഞ്ഞത്. 5,07,000 ഈ ധവളപത്രം ഇറക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം വരെ, അതായത് കഴിഞ്ഞ ഏപ്രിൽ വരെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്.
4,80,000 85,000-ത്തിനപ്പുറം കടമില്ല. അത് കഴിഞ്ഞ 25-50 വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തെ ഗ്രോത്ത്, കോവിഡ് കഴിഞ്ഞിട്ടുള്ള കടത്തിൻ്റെ ഗ്രോത്ത് ഇന്ത്യൻ ശരാശരിയേക്കാളും വളരെ കുറവാണ്. കേരളത്തിൽ ഓരോ 5 വർഷം കൊണ്ടും 90-100% എന്ന് ഇരട്ടിയാവുന്ന കടം ഇപ്പോൾ 60% വർദ്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ കടം സാധാരണഗതി കിട്ടുകയായിരുന്നെങ്കിൽ 6 ലക്ഷം കോടി ആയേനെ. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ 5 ലക്ഷം കോടി താഴെയുള്ളൂ എന്ന് പറഞ്ഞു. അത് കറക്റ്റാണെന്ന് തെളിഞ്ഞു. കടം വർദ്ധിച്ചിട്ടില്ല, കടം കൺട്രോൾ ചെയ്യപ്പെട്ടു. ഓൾ ഇന്ത്യ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമ്മൾ ഈ യാർഡ് സ്റ്റിക്കിനടുത്തേക്ക് കുറഞ്ഞു. രണ്ടാമത്തെ കാര്യം 1.25 ലക്ഷം കോടി രൂപ കടമാണ് ഇദ്ദേഹം എപ്പോഴും പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇനിയും പഴയതുപോലെ പ്രതിപക്ഷ നേതാവായി പറഞ്ഞതുപോലെയും പറയാൻ പാടില്ല. പക്ഷേ 1.25 ലക്ഷം കോടി ആയി കടമെന്ന് അദ്ദേഹം പറഞ്ഞത് കണക്ക് നോക്കിയപ്പം അവരുടെ എക്സാജറേറ്റഡ് കണക്കായിട്ട് 48,000 കോടിയുള്ളൂ. അത് എക്സാജറേറ്റഡ് എന്ന് ഞാൻ പറയാൻ കാര്യമുണ്ട്. ബ്ലഡ് ഡിസ്കൗണ്ടിങ്, ഈ സിവിൽ സപ്ലൈസിനൊക്കെ ഓരോ മാസവും സർക്കാർ കൊടുക്കുന്നതൊന്നും ഈ കടത്തി വരത്തില്ല. കാരണം ബില്ലുകൾ റേസ് ചെയ്ത് വരുമ്പോൾ അനുസരിച്ച് കൊടുക്കും. ഇപ്പോൾ SC/ST വിദ്യാർത്ഥികൾക്ക് 300 കോടി കൊടുക്കാനുണ്ട്. അത് ഈ ഒരു മാസം വന്ന ബില്ലാണ്. 5,000 കോടി കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ബില്ല് വന്നാൽ അപ്പോൾ കൊടുക്കും. തെറ്റായ കാര്യങ്ങൾ പറയാം. SC/ST വിദ്യാർത്ഥികൾക്ക് ഈ 300 കോടി കൊടുക്കാനുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? കഴിഞ്ഞ ഇലക്ഷൻ പ്രഖ്യാപിച്ച തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സാധാരണ ഡേ ടു ഡേ കാര്യമെല്ലാം മിക്കവാറും ഏപ്രിൽ മാസം കഴിഞ്ഞ് വന്ന റേസ് ചെയ്ത ബില്ലായിരിക്കും. കാരണം മാർച്ച് മാസം വരെയുള്ള ഒരൊറ്റ ബില്ലും കൊടുക്കാനില്ലെന്ന് എനിക്കറിയാം. ഈ തരത്തിൽ നാടകീയമായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ബില്ല്, ഇപ്പോൾ ഈ മാസം വരുന്ന ബില്ല് അത് അടുത്ത മാസം അല്ലെങ്കിൽ അതിന് കൊടുക്കും. അതൊന്നും കടത്തി വരുന്നതല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 48,000 കോടി രൂപ കടമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം കടത്തിൻ്റെ ബാധ്യത ഇവർ നേരത്തെ പറഞ്ഞിരുന്ന പ്രചരണം ശുദ്ധ അസംബന്ധമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും തെളിയിക്കുന്ന തരത്തിലേക്ക് ഈ ധവളപത്രത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും കാര്യം ഞങ്ങൾ പറയാത്തതുണ്ടോ? ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ പറയാത്തില്ല. അപ്പോൾ ധവളപത്രത്തിൻ്റെ കാര്യത്തിനകത്ത് ആ കാര്യമില്ല. പിന്നീട് കുറച്ച് ഫ്യൂച്ചറിലേക്ക് ഇവർക്ക് ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞേക്കുന്നത്. അത് മെയിൻലി പ്രൈവറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങൾ. ഒരു കാര്യം, അപ്പോൾ അത് അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പം കേരളത്തിൻ്റെ വരുമാനക്കുറവിൻ്റെ കാര്യം ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാന ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാന്നുള്ള കാര്യം ഇവർ മറച്ചു വയ്ക്കുകയാണ്. ഇപ്പം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ 2021-22 33,000 കോടി ആയിരുന്ന ഗ്രാൻഡ് തന്നെ ഇപ്പോൾ 7,000 കോടി കിട്ടുന്നുള്ളൂ. അതുപോലെ ബാക്കിയെല്ലാം ഇപ്പോൾ GST ബാക്കിയുള്ള ഇതെല്ലാം ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേരളത്തിന് കടക്കണിയിലല്ല, പക്ഷേ സാമ്പത്തിക, അതാണ് എൻ്റെ വാസ്തവം, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വസ്തുത മറച്ചു വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിനെ ആയിട്ടുള്ള രാഷ്ട്രീയമായ അവരെ നേരിടാൻ തയ്യാറില്ല എന്നുകൊണ്ട് അതിനപ്പുറം ഇവർ ഈ പറഞ്ഞതുപോലെ ഒരു മുഖ്യമന്ത്രി ഇത് സ്വയം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്ത്രപരമായ താല്പര്യങ്ങൾ കൂടി ഇത് എതിരാവില്ലേ ഈ പറയുന്നത്? അതെ, ഈ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഒരു ധവളപത്രം തയ്യാറാക്കുമ്പം നമ്മുടെ റിസോഴ്സസിനെ പറ്റി പറഞ്ഞു. നമ്മുടെ വരുമാനം എന്തൊക്കെയാണ്? നമ്മുടെ വരുമാനം വരേണ്ടത് എന്ന് നമ്മുടെ ടാക്സാണ്. സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന ടാക്സ്, നോൺ ടാക്സ്, നികുതിയും നികുതിതര വരുമാനം. ഏകദേശം അത്രയും തുക തന്നെ കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ടാക്സ് വിഹിതം കിട്ടണം. അത് അവർ തരുന്നതല്ല, നമ്മുടെ ഇവിടുന്ന് കൊണ്ടുവന്ന ടാക്സിൻ്റെ വിഹിതം നമുക്ക് കിട്ടാനുള്ളത്. അത് GSTയുടെ വരുമാനം നമുക്ക് വരുന്നത് കൂടാതെ കേന്ദ്ര ഗവൺമെൻറ് ഓരോ സംസ്ഥാനം കൊടുക്കേണ്ട ഡിവിസീവ് പൂൾ എന്ന് പറയും, പിന്നെ കേന്ദ്ര നികുതി വിഹിതം, ഇതെല്ലാം കൂടെ വരുന്ന ആ വരുമാനം, അവർ തരേണ്ട ഗ്രാൻറ്റുകൾ, പ്രത്യേക ഗ്രാൻറ്റുകളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി പറയണം. വാസ്തവത്തിൽ തുടങ്ങേണ്ടത് അത് വെച്ചിട്ടാണ് അവർ. കേരളത്തിന് ആകെയുള്ള നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 75% സംസ്ഥാനം തന്നെ ഉണ്ടാക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ഒരു 25-26% വരുന്നുള്ളൂ. ഇന്ത്യൻ ശരാശരി 53% കേന്ദ്രം കൊടുക്കുന്നതാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും 53% കൊടുക്കുമ്പോൾ നമുക്ക് ആകെയുള്ളതിൻ്റെ 25% തരുന്നുള്ളൂ. ബീഹാറിന് 73% കൊടുക്കുന്നത്. അപ്പോൾ ഇതല്ലേ ഒന്നാമത് പറയണ്ടേ? വിവേചനമുണ്ട്. സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം കിട്ടുന്നില്ല, ഈ വിവേചനമുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് വരുന്നതാണ് ഈ ഗ്രാൻഡൊക്കെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 33,000 കോടി ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന ആദ്യ വർഷം. ഇപ്പോൾ അത് 7,000 ഇല്ല, സത്യത്തിൽ 6,800-700 കണ്ടുള്ളൂ. ഇതുണ്ട്. അപ്പോൾ ഇത് കുറഞ്ഞു, നമുക്ക് വിഹിതം കുറഞ്ഞു, ഇപ്പോൾ തരുന്ന ഗ്രാൻഡ് കുറഞ്ഞു. മൂന്നാമത്തെ കാര്യം, നമുക്ക് അവർ തരുന്ന വിവിധ തരത്തിലുള്ള അലോട്ട്മെൻ്റ് ഉണ്ട്. ഇത് കൂടാതെ ഇപ്പം CSS സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്, അതിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇത് ഞാനീ പറഞ്ഞു വരുന്നില്ല. അതിനകത്ത് വരേണ്ട പണത്തിലും വലിയ തോതിൽ കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറവുകൾ നമുക്ക് വലിയ തോതിൽ വരുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങളുടെ റിസോഴ്സ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കടം കൂടുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കടം കൂടിയില്ല. കടം കൂടുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ തരാനുള്ള പണം അവിടുന്ന് തരുന്നില്ല എന്നുള്ളത് പറയുക എന്നുള്ളത് ചെയ്തിട്ടേ ഇല്ല. രണ്ടാമത് ഇതിനകത്തെ ബോറോയിങ്ങിൻ്റെ കാര്യത്തിലുള്ള അവകാശം, കടമെടുക്കുന്നതിനുള്ള അവകാശം, അതും വല്ലാതെ വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇപ്പോൾ കിഫ്ബി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ കടം അങ്ങ് വലിയ തോതിൽ കൂട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ 2022 മുതൽ കിഫ്ബി എടുത്ത എല്ലാ കടവും സംസ്ഥാനത്തിൻ്റെ
അതത് വർഷത്തെ കടപരിധിക്കകത്ത, അതായത് ഞാനീ പറഞ്ഞ 5,07,000 കോടിക്കകത്താണ്. അപ്പോൾ അതിന് വേറെ അധികം കടം വന്നിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ട് പറയുക, നമുക്ക് കിട്ടാനുള്ളതിനെപ്പറ്റി പറയാതിരിക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിനെ വാസ്തവത്തിൽ അവരെ നമ്മൾ സുപ്രീം കോടതിയിലടക്കം കേസ് നടത്തുകയാണ് അവരുടെ സമീപനത്തിനെതിരെ. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റി ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല. ഇത് പറഞ്ഞിട്ട് ഇത് പറയാതെ വരുന്നു എന്ന് പറഞ്ഞാണ് ഏറ്റവും അപകടം. ഇത് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെറുതായി പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞത് എന്താ, ഇങ്ങനെയുള്ള കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പറയാതെ വെച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കാണും. ഒന്ന്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കരണം, അത് 10 വർഷത്തിലൊരിക്കലാക്കണം. മറ്റ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനായിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ചെറുപ്പക്കാർ ജോലി കാത്തിരിക്കുന്നൊരു സ്ഥലത്ത് പെൻഷൻ പ്രായം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു 30,000 35,000 അപ്പോയിൻമെൻറ്റാണുള്ളത്. അത് അങ്ങ് ഡിലേ ചെയ്യപ്പെടും, പൈസ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഈ 2 കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് ഇതേപോലെ ഇവരിപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അത് നമുക്ക് കാര്യങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ഞങ്ങളാണ് യഥാർത്ഥ ഇടദോഷം എന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് പോലത്തെ കാര്യങ്ങൾ മോഡി സർക്കാർ നടപ്പാക്കി. ഇപ്പോൾ ഗ്യാസ് സബ്സിഡി തന്നെ, ഗ്യാസ് സബ്സിഡി ഇവർ ഡയറക്റ്റ് ബെനിഫിറ്റ് ആക്കിയിട്ട് ഇപ്പോൾ ആർക്കും കിട്ടുന്നില്ല. അതേപോലെ KSRTC, KCB, വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാ സേവനങ്ങളും അങ്ങനെ ആക്കണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതൊരു ഈ വാസ്തവത്തിൽ ഈ ഡോക്യുമെൻ്റ് ഇതൊരു ധവളപത്രമല്ല. ദിസ് ഈസ് എ കർട്ടൻ റൈസർ. ഒരു ആകെ ഗവൺമെൻറ്റിനെ മൊത്തം പ്രൈവറ്റാക്കുകയും ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന നയങ്ങൾ നടപ്പിലാക്കാനുള്ള അതിന് ഗ്രൗണ്ട് എടുക്കാനുള്ള ഒരു കർട്ടൻ പൊക്കുകയാണ്. ഇത് ഇറക്കി കഴിഞ്ഞോടി അത് കർട്ടൻ റൈസറാണ്. ഇനിയിപ്പം നാടകം തുടങ്ങും. കർട്ടൻ പൊങ്ങിക്കഴിഞ്ഞു. ആ നാടകം തുടങ്ങുന്നതിനകത്ത് ഏറ്റവും പ്രധാനം ഞാനീ പറഞ്ഞ പോലെ PSC അപ്പോയിൻമെൻ്റ് ഇല്ല, പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പിന്നെ അവർ പ്ലാൻ ഇപ്പം തന്നെ പറയുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഞങ്ങൾ വെച്ചതിനകത്ത് 20,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്. ആ 20,000 കോടി കിട്ടാൻ വേണ്ടി ഞങ്ങൾ കൊടുത്ത ഡിമാൻഡാണ്. പക്ഷേ ആ 20,000 കോടി കിട്ടുന്നില്ല എന്നുള്ളത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡാണ്. 14,000 കോടിയാണ് നമ്മൾ ബഡ്ജറ്റ് വെച്ചിരുന്നത്. 5 വർഷം മുമ്പ് ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ 19,000 കോടി നമുക്ക് കിട്ടി. അപ്പോൾ ഇപ്പോൾ 14,000 കോടി വെക്കാമല്ലോ. എല്ലാ സ്റ്റേറ്റും വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റേറ്റിനും കിട്ടിയിട്ടില്ല. ഹിമാചൽ പ്രദേശിൽ ശമ്പളം 30% കട്ട് ചെയ്തത് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ആ പണം ഞങ്ങൾ വെച്ചിരുന്നു, അതിപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു, ഈ പണം കിട്ടത്തില്ലെങ്കിലും അതിന് പകരം ബഡ്ജറ്റ് വേറെ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. കാരണം ധനകാര്യമന്ത്രി എന്ന റിപ്പോർട്ട് ബഡ്ജറ്റ് തയ്യാറാക്കിയ ഞാനാണ് കഴിഞ്ഞ വർഷത്തെ. അപ്പോൾ അതിനുള്ള ഫണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഉൾപ്പെടെ അതിൽ പറയുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഈ പണമൊക്കെ കുറയുന്നതുകൊണ്ട് പ്ലാൻ കട്ട് ചെയ്യേണ്ടി വരും എന്ന് മാത്രമല്ല, ഞാനീ പറഞ്ഞ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കേണ്ടി വരും. അത് കൂടാതെ നമ്മുടെ ഇലക്ട്രിസിറ്റി മേഖല, വൈദ്യുതി മേഖല ഏറ്റവും വലിയൊരു മേഖലയാണത്. അത് സ്വകാര്യവൽക്കരിക്കേണ്ടി വരും, പ്രൈവറ്റൈസ് ചെയ്യും. 2, പോർട്ട്, വിഴിഞ്ഞം തുറമുഖം ഓൾറെഡി ഉണ്ട്, ഇനിയും മറ്റു തുറമുഖങ്ങൾ പ്രൈവറ്റൈസ് ചെയ്ത് എൻ്റെ ഈ സെക്ടർ പ്രൈവറ്റിന് കൊടുക്കേണ്ടി വരും. അത് നേരത്തെ തന്നെ പറഞ്ഞു, PPP മോഡൽ. റോഡുകൾ PPP ആക്കും, ടോൾ റോഡാക്കും. അതുപോലെ തന്നെ പോർട്ട്, എയർപോർട്ട് ഇതൊരു സിവിൽ ഏവിയേഷൻ ഹബ്ബാക്കുമെന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട പിന്നെ എയർപോർട്ടുകളൊന്നായ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് സിയാൽ, അത് സ്വകാര്യവൽക്കരിക്കാനുള്ള ഐഡിയയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടെന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. കരിമണൽ ഈ ലോകത്തെ ഏറ്റവും വിലയേറിയ ഒരു ധാതുവാണ് നമുക്കുള്ള കരിമണൽ. കാരണം ഇന്നിപ്പോൾ ചൈനയുടെ കയ്യിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസ് ഈ അപൂർവ ധാതുക്കളിൽ, പ്രത്യേകിച്ചും മാഗ്നറ്റും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു സോഴ്സുള്ളത് നമുക്കിവിടെയാണ്. പിന്നെ അതിനകത്ത് പിന്നെ തോറിയം വരെയുണ്ട്, മോണസൈറ്റ് തോറിയം വരെയുണ്ട്. ഈ സാധനങ്ങളെ പ്രൈവറ്റൈസ് ചെയ്യും എന്നുള്ളതിനും അതിനകത്ത് കൃത്യമായിട്ടൊരു കാര്യം വരുന്നു. അപ്പോൾ ഇതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യാനും ഇതുവരെ ഈ സംസ്ഥാനത്തുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റാനുമുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ ധനകാര്യ പ്രതിസന്ധി പറഞ്ഞത്. പക്ഷേ ധനകാര്യ പ്രതിസന്ധി ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വല്ലാതെ ഒരു ടൈറ്റൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കിട്ടാനുള്ള പണം 1,4 ലക്ഷം കോടി രൂപയാണ് നമുക്ക് കിട്ടാനുള്ള ബോറോയിങ് നേരത്തെ ഉണ്ടായിരുന്നത് കട്ട് ചെയ്തത്. ഏകദേശം 1,4 ലക്ഷം കോടി രൂപയാണ് ടാക്സ് ഇനത്തിൽ നമുക്ക് കട്ട് ചെയ്തത്. 5 വർഷം കൊണ്ട് 2.5 ലക്ഷം കോടി കട്ട് ചെയ്തു. ഒരു മാസം 50,000 കോടി കട്ട് ചെയ്തു. എന്നിട്ടും നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ പേയ്മെൻറ്റ് ഡിഫാൾട്ട് വന്നോ? ശമ്പളത്തിനോ പെൻഷനോ സാമൂഹ്യക്ഷേമ പെൻഷനോ മരുന്നിനോ പത്രക്കാരുടെ പരസ്യം ഉൾപ്പെടെ, ഞാൻ പറഞ്ഞത് സർക്കാരിന് വിവിധ മേഖലയിൽ ചെയ്യേണ്ടതിന് ഒരു തടസ്സവും വന്നില്ലല്ലോ. ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ്? പണ്ട് ശ്രീ A.K. ആന്റണി മുഖ്യമന്ത്രിയായി പറഞ്ഞത് ടിക്കറ്റ് കിട്ടുന്നില്ല, ചായ കിട്ടുന്നില്ല എന്നാണ്. ഇപ്പോൾ ശ്രീ V.D. സതീശൻ മുഖ്യമന്ത്രിയായി വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ കാവൽ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, നമ്മുടെ പഴയ മുഖ്യമന്ത്രി. ഈ സമയത്ത് പേയ്മെൻറ്റിന് എന്തെങ്കിലും ഡിഫാൾട്ട് വന്നോ? ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് 1,200 കോടി വേണം. ക്ഷേമ പെൻഷൻ കൊടുത്തു. ആശാ അംഗൻവാടിക്കാർക്ക് ചെറുതായിട്ടെങ്കിലും അവർ വർദ്ധിപ്പിച്ചു, അത്രയും പോരാടുന്നുള്ളതാണ്
അവരുടെ എല്ലാം ഡിമാൻഡ്. മറ്റുള്ള പേയ്മെൻറ്റുകൾ വരുന്നു. അപ്പോൾ എവിടെയും പേയ്മെൻറ്റ് ഡിഫാൾട്ട് വന്നിട്ടില്ല. എന്നിട്ട് ഇത് ഭയങ്കര പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വിറ്റ് തുലയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ആളുകൾക്ക് മനസ്സിലാവും. ഇത് സ്വയം വാദിച്ച് കേസ് തോൽപ്പിക്കുക എന്നുള്ള ലൈനാണ്. കാരണം ഇപ്പോൾ സംസ്ഥാനത്തിന് കൂടുതൽ കടമെടുത്ത് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുക എന്നുള്ള അത് ചെയ്യാതെ കടക്കണിയില്ലാന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കേന്ദ്രത്തെ സമീപിച്ച് ഈ കടപരിധി ഉയർത്തുക, അല്ലെങ്കിൽ പൊതുവിപണിയിൽ നിന്നുള്ള കടമെടുക്കുക, അങ്ങനെ അല്ല ഇപ്പോൾ കിഫ്ബി മോഡൽ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സംസ്ഥാനത്തിൻ്റെ ഒരു ശേഷിയെ ഇന്നലെ ഇപ്പോൾ ആളുകൾ പറഞ്ഞോളൂ. ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ഒരു ബാങ്ക് വിദഗ്ധൻ പറയാനുണ്ടായി, 1000 രൂപ വരുമാനമുള്ള ഒരാൾ 350 രൂപ വായ്പ എടുക്കുന്നത് തെറ്റില്ല. ഇപ്പോൾ അത്രയേ ഉള്ളൂ കേരളത്തിന്. അതേസമയം കേന്ദ്രത്തിന് 214 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രത്തിൻ്റെ കടം. ഇതൊന്നും ഇവർ പറയുന്നില്ല. അതായത് കേരളത്തിന് ആകെയുള്ള GSDPയുടെ 33.6% ഉള്ളൂ ഇതുവരെയുള്ള ഔട്ട്സ്റ്റാൻഡിങ്. അതായത് ഈ കേരളത്തിന് ആകെ ഒരു വർഷം കിട്ടുന്ന അതാണല്ലോ GSDP വരുമാനം. ഇതുവരെയുള്ള 1956 മുതൽ, അല്ലെങ്കിൽ 1950, 56 കേരളം, അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഇത്രയും കാലത്തെ കടം എന്ന് പറഞ്ഞാൽ 33.6% ആണ്. കേന്ദ്രത്തിന് എത്രയാണെന്ന് അറിയോ? 59% ആണ്. അതാണ് ഈ 214 ലക്ഷം കോടി. അപ്പോൾ കേന്ദ്രത്തിന് അത്രയാണ്. കേന്ദ്രത്തിനാണെങ്കിൽ ആകെ അവരുടെ ഒരു വർഷത്തെ റവന്യൂ വരുമാനത്തിന് 40% പലിശയാണ്. നമുക്ക് 20%-നകത്താണ്. അപ്പോൾ ഇതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് അത് പറയാത്തത്? ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹം ഉൾപ്പെടെ അത് ചൂണ്ടിക്കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ച്. അത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഈ കേരളത്തിലെ കാര്യത്തിന് അത് ഒഴിവാക്കുന്നതായിരിക്കും. ഞാൻ അദ്ദേഹത്തെ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിന് 40% പെർ മന്ത് പലിശയുടെ ബർഡനുള്ളപ്പം, പെർ ഇയർ പലിശ ബർഡനുള്ളപ്പം, കേരളത്തിന് ഇന്ത്യയിലെ പലിശ ബർഡൻ കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നാണ്. തീരെ കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒറീസ പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു വർഷം 30,000 കോടി രൂപ അയണോറിൻ്റെ റോയൽറ്റി മാത്രം കിട്ടും. നമുക്ക് അങ്ങനത്തെ വരുമാനമില്ല. പക്ഷേ നമ്മുടെ സ്ഥിതി കാഷ് ട്രാപ്ഡ് അല്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖജനാവിനകത്ത് കുറച്ച് പണം, കാഷ് ട്രാപ്ഡ് എന്ന് പറഞ്ഞാൽ പണമുണ്ടല്ലോ, ആ പണമുണ്ട്, കാര്യങ്ങൾ മാനേജ് ചെയ്യാം. അപ്പം മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയേ ഉള്ളൂ. കഴിഞ്ഞ ധനകാര്യ കമ്മീഷന് കേരളത്തിന് അനുവദിച്ചിരുന്നതിനേക്കാളും കൂടുതൽ 0.4% ഇപ്പോൾ അധികം കിട്ടിയിട്ടുണ്ട്. എന്നാൽ 10,000 കോടി രൂപ ഒരു മാസം, ഒരു വർഷം നമുക്ക് അധികവും കിട്ടിയിട്ടുണ്ട്. ടാക്സ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അപകടം പറഞ്ഞ് കേരളം മൊത്തം ഞാൻ വിറ്റിട്ട് അതിൻ്റെ ഒരു പങ്ക് ജനങ്ങൾക്കൊക്കെ കൊടുക്കാമെന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു സാമ്പത്തിക നയത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കേരളം വിൽക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു ഞാനീ പറഞ്ഞ 4-5 സെക്ടർ ഉണ്ടല്ലോ, അതും പിന്നെ ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പണം വേണം, അതിനൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ്. അതിനൊന്നും അത്രയും വലിയ കാര്യമില്ല. അത്രയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലല്ല കേരളമെന്ന് ഈ ധവളപത്രം തന്നെ പറയുന്നുണ്ട്. പിന്നീട് ഇത് നടപ്പിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തിനല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഇതിനകത്ത് വസ്തുതാപരമല്ലാത്ത ചില കാര്യങ്ങളൂടെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് കാര്യം ഇന്നലെ പറയേണ്ട കൊച്ചി മെട്രോ അടക്കം നഷ്ടത്തിലാണെന്ന്. പക്ഷേ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് മാത്രം നോക്കിയാൽ 24-25 തന്നെ 35 കോടി രൂപ ലാഭത്തിലാണ്. ഇങ്ങനെ കുറേ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. പിന്നെ വേറെ നമ്മുടെ ഈ 3 ജില്ലകൾക്കാണ് കിഫ്ബിയുടെ, അതും ആളുകളിപ്പം സോഷ്യൽ മീഡിയയിലേക്ക് ഇത് പൊളിയുന്നുണ്ട്. കാര്യം ഈ ദേശീയപാത കടമെടുപ്പിന് കൊടുത്ത പണത്തിൻ്റെ അക്കൗണ്ട് തിരുവനന്തപുരം ജില്ലയുടെ പേരിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ബോധപൂർവമാണോ അതോ ഇവർ? ബോധപൂർവം തന്നെയാണ്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന മൊത്തം 3 ജില്ലയിലാണെന്ന് പറയുന്നത് പർപ്പസായിട്ടാണ്. ഇപ്പം സാധാരണഗതി തന്നെ എറണാകുളവും തിരുവനന്തപുരവും കോഴിക്കോടോ കണ്ണൂരൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിന് സ്ഥലം എടുക്കണമെങ്കിൽ തന്നെ 1000 കോടി രൂപ വേണം. തിരുവനന്തപുരത്ത് ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നാഷണൽ ഹൈവേ പോലുള്ള വലിയ പ്രൊജക്റ്റ് ഉണ്ട്. എറണാകുളത്ത് രാഷ്ട്രീയമായിട്ടാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ സ്വാധീനം ഉള്ളത് കൊണ്ട് കൊടുക്കുന്നതല്ലല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കൂടുതൽ പണം മുടക്കേണ്ടി വരും. അതൊക്കെ പറയുന്നത് ഈ കിഫ്ബി അർത്ഥരഹിതമാണ് എന്ന് പറയാനാണ്. പക്ഷേ MLA-മാർ പോലും അത് അംഗീകരിക്കില്ല. UDF-ൻ്റെ MLA-മാർ പോലും സമ്മതിക്കില്ല. കാരണം ഓരോ MLA-മാരുടെയും മണ്ഡലത്തിൽ എത്ര പണി നടക്കുന്നുണ്ട്, എത്ര പണം മുടക്കിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. അത് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു പ്രചരണത്തിന് വേണ്ടി പറയുന്നതാണ്. കിഫ്ബി എന്ന് പറയുന്ന സംഭവം വഴി നടന്നിട്ടുള്ള വലിയ വികസന കാര്യങ്ങളൊന്നും ആർക്കും മറക്കാനോ അതില്ല എന്ന് പറയാനോ പറ്റില്ല. അപ്പം പൊതുവെ ഇത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംസ്ഥാനത്തിന് പൊതു താല്പര്യമോ ജനങ്ങളുടെ ക്ഷേമമോ അല്ല. പിന്നെ മുഖ്യമന്ത്രി എത്ര നിഷേധിച്ചാലും ഇതൊരു അവരുടെ ഒരു സങ്കുചിത രാഷ്ട്രീയ അജണ്ടയും ഇവരുടെ ഈ പറഞ്ഞ നവ ഉദാരീകരണ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു കർട്ടൻ റൈസറാണ് ഈ ധവളപത്രം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു രത്ന ചുരുക്കം.